السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله والفائزين بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയരായ അധ്യക്ഷൻ ഉസ്താദ് ഇ.കെ. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവർകളെ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ, വേദിയിൽ സന്നിഹിതരായ സി അബ്ദുള്ള മൗലവി, അബ്ദുൽ ഗഫൂർ കാസിം, അബ്ദുൽ ഗഫൂർ ഫൈസി കാട്ടമുണ്ട തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, പൗരപ്രമുഖരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ ഇങ്ങനെയൊരു വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ നമ്മെ അറിയിക്കുകയുണ്ടായി. നമ്മുടെ മഹല്ല് സംവിധാനത്തിലൂടെ സമുദായത്തിനകത്ത് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പരമാവധി ഐക്യവും യോജിപ്പും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുക എന്ന വളരെ വിശാലമായ ഒരു സമീപനമാണ് എല്ലാ കാലത്തും ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നായകന്മാരും അതിൻ്റെ ആഹ്വാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ സംഘടനാ പ്രവർത്തകരും മഹല്ല് മദ്രസ ഭാരവാഹികളുമൊക്കെ കൈക്കൊള്ളാറുള്ളത്. ഇത് പ്രത്യേകം ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി കൂടിയാണ്. അതിനു പുറമെ മഹല്ല് സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് മാത്രം, നമ്മുടെ മലയാളക്കരക്ക് മാത്രം അനുഗ്രഹീതമായി ലഭ്യമായ ഒരു സംവിധാനമാണ്. ഈ സംഘടനാ സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല, വ്യത്യസ്തമായ മതവിഭാഗങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിന് അവന്റെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് അവർക്കൊരുമിച്ച് കൂടാനും അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനും അവരുടെ ഒരു സാമൂഹിക കൂട്ടായ്മ എല്ലാ നിലയിലും നിലനിർത്തുന്നതിനു വേണ്ടി നമ്മുടെ പൂർവസൂരികളായ സമുദായ നേതൃത്വം ആവിഷ്കരിച്ച ഒരു പദ്ധതി കൂടിയാണ് മഹല്ല് സംവിധാനം. ഒരുപക്ഷെ അറേബ്യൻ രാജ്യങ്ങളിൽ പോയാൽ ഇങ്ങനൊരു മഹല്ല് സംവിധാനം കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു തന്നെ ഏതെങ്കിലും മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം എന്ന് തോന്നിക്കുന്ന പ്രദേശങ്ങളിൽ പോലും, സംസ്ഥാനങ്ങളിൽ പോലും ഇങ്ങനെ ഒരു മഹല്ല് സംവിധാനത്തെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല. ഓരോ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ചയിലെങ്കിലും എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു മഹല്ല് ജുമാഅത്ത് പള്ളി, അത് 300, 400, 500 മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു മഹല്ല് സംവിധാനമായി മാറുന്നു. പരമ്പരാഗതമായി മുസ്ലിം സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാന ക്രമപ്രകാരം പൂർവസൂരികളായ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം അവിടെ ശീലിച്ചു വന്നിട്ടുള്ള, പാരമ്പര്യമായി ഇവിടെ നിലനിന്നു വന്നിട്ടുള്ള ആചാരങ്ങളും ശീലങ്ങളുമെല്ലാം വളരെ സൂക്ഷ്മമായി തലമുറകൾ മാറി മാറി വന്നാലും അതിലൊന്നും ഒരർത്ഥത്തിലും ദുർവ്യാഖ്യാനങ്ങൾക്കോ
മലിനമാകാനുള്ള അവസരമോ ഇല്ലാതെ അതിന്റെ യഥാർത്ഥ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക എന്ന താല്പര്യത്തോടുകൂടി അതെല്ലാം നിലനിർത്തി പോരുക എന്ന് പറയുന്നത് അവിടുത്തെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒരു കൂട്ടായ്മയോടുകൂടി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വന്നിട്ടുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ല് സംവിധാനങ്ങൾ, നമുക്കറിയാം കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മഹല്ലും സംവിധാനവും ആത്യന്തികമായി മതപരമായ കാര്യത്തിൽ സമസ്തയുടെ തീരുമാനം അംഗീകരിക്കണം എന്ന് വിശ്വസിക്കുന്നവരും അത് മാനിക്കുന്നവരുമാണ്. ഇത് നമ്മുടെ ഒരു അവകാശവാദമല്ല. നിഷ്പക്ഷമായി ആർക്കും അന്വേഷിച്ചാൽ പരിശോധിച്ചാൽ ബോധ്യമാകുന്ന വസ്തുതയാണ്. എന്നാൽ ആ മഹല്ല് സംവിധാനത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവാറുണ്ട്, വ്യത്യസ്ത ആശയക്കാരുണ്ടാവാറുണ്ട്. അവർ ഒരുപക്ഷെ മഹല്ല് ജുമാഅത്ത് പള്ളിയിൽ അവിടെ നിസ്കരിക്കാൻ വരാറുണ്ട്, അവിടുത്തെ ജുമായിൽ പങ്കാളികളാവാറുണ്ട്, അവിടുത്തെ പല കാര്യങ്ങളോടും സഹകരിക്കുന്നവരുണ്ട്, നിസ്സഹകരിക്കുന്നവരുണ്ട്. അതെല്ലാം ആ ഒരു രീതിയിൽ കാണുന്നു അതിനേക്കാൾ അപ്പുറം അവിടെ അനൈക്യം സൃഷ്ടിക്കാനുള്ള, എല്ലാവരെയും വരച്ച വരയിൽ നിർത്താനുള്ള ഒരു സംവിധാനത്തിലേക്ക്, ഒരു കാർക്കശ്യമായ സമീപനത്തിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ അതിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന മഹല്ല് സംവിധാനമോ പോകാത്തത്, അങ്ങനെ ചെയ്താൽ അത് നടപ്പിലാകുമോ എന്ന ആശങ്ക കൊണ്ടല്ല. നേരെ മറിച്ച് പരമാവധി ഒരു മസ്ലഹത്ത് അനുസരിച്ചുകൊണ്ട് പരമാവധി മഹല്ല് സംവിധാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഐക്യവും സമാധാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തും ഊർജവും സമയവുമെല്ലാം സമുദായത്തിന്റെ നന്മയ്ക്കു വേണ്ടി, പുരോഗതിക്കു വേണ്ടി ചെലവഴിക്കാൻ നാം സന്നദ്ധമാവുക എന്നൊരു പൊതു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം ധാരാളം മതസംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ മഹല്ല് സംവിധാനങ്ങൾ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും സമസ്തയുടെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും മറ്റൊരു വിഭാഗം നടത്തുന്ന മഹല്ല് സംവിധാനത്തെ, മറ്റൊരു വിഭാഗം നടത്തുന്ന മദ്രസ സംവിധാനത്തെ, അവരുടെ സംഘടന വൽക്കരിക്കപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു സംവിധാനത്തെ അവിടെ ചെന്നുകൊണ്ട് അതിക്രമം കാണിക്കാനോ അവകാശവാദം ഉന്നയിക്കാനോ അവിടെ ഇന്നാലിന്ന നിയമങ്ങളും നടപടിക്രമങ്ങളുമാണ് പാലിക്കേണ്ടത് എന്ന് അത്തരത്തിലുള്ള അനാവശ്യമായൊരു വാദം ഉന്നയിച്ചുകൊണ്ട് ബഹളം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനോ ഒരിക്കലും പോകാറില്ല. ഇന്നും നമ്മുടെ ജില്ലയിൽ പോലും പല പ്രദേശങ്ങളിലും മഹല്ല് മദ്രസകൾ തമ്മിലുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വിഭാഗങ്ങളുമായിട്ടുള്ള തർക്കങ്ങളും കേസുകളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായ കാരണങ്ങൾ അന്വേഷിച്ചാൽ ആർക്കും തിരിച്ചറിയാവുന്ന ഒരു വസ്തുത, അന്യായമായി ഏതെങ്കിലും ഒരു പള്ളിക്ക് മേലിൽ, ഒരു മദ്രസക്ക് മേലിൽ, ഒരു സ്ഥാപനത്തിന് മേലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് മേൽ അന്യായമായി സമസ്തയുടെ ഒരു പ്രവർത്തകൻ പോലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോയിട്ടില്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഐക്യത്തോടുകൂടി മഹല്ലിൽ സമാധാനമുണ്ടായി, മറ്റു വ്യത്യസ്ത വിഭാഗങ്ങളും ആശയക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം പൊതുവായി ഈ സമീപനത്തെ, ഈ സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്, അതിനുവേണ്ടി ഒരു മറുപടി പ്രസംഗം എന്ന രീതിയിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പോഷക സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു കക്ഷിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ചെറുതാവാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ടൊരു മറുപടി പ്രസംഗം എന്ന നിലയിലല്ല, പ്രത്യേകിച്ച് നാട്ടുകാർ എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മറ്റുമൊക്കെ സൂചിപ്പിച്ചു, ഞങ്ങളൊക്കെ പരസ്പരം അറിയുന്നവരാണ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ്, വലിയ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് ഇത് സാമാന്യ നമ്മുടെ വിഷയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ വേണ്ടി കാര്യങ്ങൾ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രം. പക്ഷേ
ഇങ്ങനൊരു വിശദീകരണം നടത്തിയതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആ പ്രശ്നത്തിന് പരിഹാരമാകണമെങ്കിൽ നാട്ടിലെ നിങ്ങൾ ആ ബന്ധപ്പെട്ട കഥാപാത്രത്തിന്റെ നാട്ടുകാർ എന്ന നിലയിൽ ഇവിടുത്തെ ഒരു പൊതുജന താല്പര്യം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബക്കാരെ, ബന്ധുമിത്രാദികളെ, മക്കളോ അങ്ങനെ ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം കാര്യങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് അവര് സന്നദ്ധമല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശത്തുള്ള ഏതെങ്കിലും നല്ല ഒരു മനോരോഗ വിദഗ്ധനെ പോയി കണ്ടുകൊണ്ട് കുറച്ചു കാലമായി ഒരു മോഹഭംഗത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു ശമനം വേണം, ഇത് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു പൊതുവായ പൊതുജന താല്പര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരൊറ്റമൂലി പ്രയോഗിക്കലാണ് സത്യത്തിൽ ഈ രോഗത്തിന്റെ ചികിത്സ എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇത് ആർക്കാണെങ്കിലും ഉണ്ടാവും. ഇത് വലിയ വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നയാൾ, വലിയ വലിയ വിഷയങ്ങളിൽ ഫത്വ കൊടുക്കുന്നയാൾ പല പ്രദേശങ്ങളിലും പല സ്ഥലങ്ങളിലും ചെന്നുകൊണ്ട് ആധികാരികമായിട്ട് ഇങ്ങനെ സമൂഹത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന ഒരു വ്യാജേന വർഷങ്ങളായി ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടക്കുമ്പോ സ്വാഭാവികമായും എന്തുകൊണ്ട് എനിക്ക് വേണ്ട വിധം അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ സ്വാഭാവികമാണ്. അതൊരു സ്വാഭാവികമായ തോന്നലാണ്. ഞാൻ കുറെ കാലമായി ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്താണ് ഒരു മസ്അല പോലും ചോദിച്ച് എന്റെ അടുത്ത് ആരും വരുന്നില്ലല്ലോ. ഒരു മഹല്ലിൽ കാളിയാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ അടുത്ത് ആരും വരുന്നില്ലല്ലോ. മതപരമായ കാര്യത്തിന് ഒരു തീർപ്പ് ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത് ആരും വരുന്നില്ലല്ലോ. പോകുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മോഹഭംഗമാണ് അടിസ്ഥാനപരമായി ഈ രോഗത്തിന് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. നാം ആലോചിക്കേണ്ടത് 1967 സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഇങ്ങനൊരു വിഭാഗം മാറി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മഹല്ലുകളെ ശിഥിലമാക്കരുത് എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട സംഗതി ചരിത്രപരമായി ഇവിടെ സംഭവിച്ച പിഴവ് ആർക്കാണ് എന്ന് പരിശോധിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുലമയിൽ നിന്ന് ഇങ്ങനെ വിഭാഗം മാറി നിന്നുകൊണ്ട് മറ്റൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യാനുള്ള കാരണം എന്താണ്? ആശയപരമായി അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പണ്ഡിതന്മാർക്കിടയിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള മസ്അലാപരമായ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രമുള്ള മസ്അലാപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ എന്തിനാണ് മറ്റൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ശിഥിലീകരണത്തിന് തുടക്കം കുറിച്ചത്? എന്തിനാണ് മസ്അലാപരമായ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മറ്റൊരു മദ്രസാ സംവിധാനം ഉണ്ടാക്കിയത്? എന്തിനാണ് ഇങ്ങനെ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മറ്റൊരു മദ്രസാ ബോർഡ് ഉണ്ടാക്കിയത്? എന്തിനാണ് ഇതിന്റെ പേരിൽ മറ്റൊരു സിലബസും പാഠപുസ്തകവും ഉണ്ടാക്കിയത്? ആരാണ് ശിഥിലീകരണത്തിന് നേതൃത്വം കൊടുത്തത്? ആരാണ് ശിഥിലീകരണത്തിന് തുടക്കം കുറിച്ചത്? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ ആരെയും ഭിന്നിപ്പിക്കാനോ അനൈക്യമുണ്ടാക്കാനോ ആരുടെയും ഉറക്കം കെടുത്താനോ ശ്രമിച്ചിട്ടില്ല. സമസ്തയുടെ പദ്ധതിയും അതല്ല. സമസ്ത ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗതമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് വിശ്വാസപരമായും കർമ്മപരമായും അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ മാർഗദർശനം, അത് വളരെ സത്യസന്ധമായി വളരെ സൂക്ഷ്മതയോടുകൂടി ഈ ഉമ്മത്തിന്റെ മുമ്പിൽ അവരുടെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഭിന്നിപ്പിക്കാനോ അനൈക്യമുണ്ടാക്കാനോ എല്ലാം ഞങ്ങളാണ്, മറ്റൊന്നും അനുവദിക്കില്ല എന്ന് പറയുന്ന ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാഷിസം, ആ ഫാഷിസം ഒരിക്കലും സമസ്ത എവിടെയും പ്രയോഗിച്ചിട്ടില്ല. അങ്ങനെ പ്രയോഗിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇവരിന്ന് ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരൊറ്റ അനുയായിയും അവർക്ക് ഖുതുബ നിർവഹിക്കാനോ മദ്രസയിൽ പഠിപ്പിക്കാനോ അതിനാവശ്യമായ ജോലിയോ സംവിധാനങ്ങളോ കേരളത്തിൽ കൊടുക്കാതിരിക്കാൻ ആവശ്യമായ സംഘടിത ശക്തി ഈ പ്രസ്ഥാനത്തിനുണ്ട്. പക്ഷേ അങ്ങനെ ഒരു രീതിക്ക് ഒരിക്കലും ഇന്ന് വരെ സമസ്ത മുന്നോട്ട് പോയിട്ടില്ല. നമ്മൾ ആലോചിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. MSR പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്നു. സ്വാഭാവികമാണ്. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 1951 നിലവിൽ വന്ന് 9600-ലധികം വരുന്ന മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മദ്രസ പ്രസ്ഥാനമാണ്. അത് നമ്മുടെ വാദമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്.
അപ്പൊ 9600-ലധികം വരുന്ന മദ്രസക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മദ്രസ വിദ്യാഭ്യാസ ബോർഡ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ലക്ഷക്കണക്കിന് അധ്യാപകർ അവിടെ അധ്യാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ അധ്യാപകർക്ക് സമസ്ത പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വിവിധ കോഴ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അതിന് അനുസൃതമായ ചില സർട്ടിഫിക്കറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അവരുടെ സർവീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്വാഭാവികമായും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായും അതിന് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇത്തരം ഒരു സംവിധാനവുമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ ഇതെവിടെയും അടിച്ചേൽപ്പിച്ചുകൊണ്ടുണ്ടായ ഒരു സംഗതിയല്ല, എവിടെയും അടിച്ചേൽപ്പിച്ചുകൊണ്ടുണ്ടായ ഒരു സംഗതിയല്ല. നിങ്ങൾക്ക് പരിശോധിച്ചാലറിയാം, നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു മദ്രസക്ക് കുറ്റിയടിച്ചു, എവിടെയെങ്കിലും മദ്രസക്ക് കുറ്റിയടിച്ചാൽ, മദ്രസക്ക് കുറ്റിയടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സമസ്താലയത്തിൽ നിന്ന്, ചേളാരി ഓഫീസിൽ നിന്ന് ഒരു മുഫദ്ദിസ് ഇവിടെ വന്നിട്ട് നിങ്ങളിവിടെ മദ്രസ കുറ്റിയടിച്ചു എന്ന് കേട്ടു, നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത് എന്ന് പറയാൻ അങ്ങനെ മുഫദ്ദിസ് ഇവിടെ വരാറില്ല. അങ്ങനെ ഒരു പ്രതിനിധി ഇവിടെ വരാറില്ല. പിന്നെ എങ്ങനെയാണ് അത് വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകാരം നേടുന്നത്? മദ്രസക്ക് കുറ്റിയടിച്ചു, മദ്രസ നിർമ്മാണം പൂർത്തിയാക്കി. ആ മദ്രസ നിർമ്മാണത്തിന് ശരിയാണ്, സമസ്തയിൽ നിന്ന് പണം കൊടുക്കാറില്ല, നാട്ടുകാർ പിരിച്ചെടുക്കും, പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും പിരിച്ചെടുക്കും. എന്നിട്ട് പിരിച്ചെടുത്ത സംഭാവന സ്വരൂപിച്ചുകൊണ്ട് അവർ മദ്രസ നിർമ്മാണം പൂർത്തിയാക്കും. ആ നിർമ്മാണത്തിൽ പങ്കാളികളായ എല്ലാവരും ഒരുമിച്ച് കൂടും. മദ്രസയുടെ ഗംഭീരമായ ഒരു ഉദ്ഘാടനം നടത്തണം നമുക്ക്. ആ മദ്രസക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം വാങ്ങണം നമുക്ക്. അതിന്റെ ഉദ്ഘാടനത്തിന് പാണക്കാട് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാളെ നമുക്ക് കിട്ടണം. അതിന്റെ അധ്യക്ഷത വഹിക്കാൻ അല്ലെങ്കിൽ അവിടെ പ്രഭാഷണം നടത്താൻ സമസ്തയുടെ ആലിമീങ്ങളിൽ നിന്ന് ഒരാളെ കിട്ടണം. ഇത് ആര് പറയുന്നതാണ്? ഓഫീസിൽ നിന്ന് നിർദ്ദേശമല്ല, സംഘടനാപരമായ നിർദ്ദേശമല്ല, നാട്ടുകാർ കൂടി തീരുമാനിക്കുന്നതാണ്. നമ്മുടെ മദ്രസക്ക് സമസ്തയുടെ അംഗീകാരം വേണം. നമ്മുടെ മദ്രസ ഉദ്ഘാടനം ചെയ്യേണ്ടത് പാണക്കാട് സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരാവണം. നമ്മുടെ മദ്രസക്ക് നേതൃത്വം കൊടുക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുലമയാകണമെന്ന് നാട്ടുകാർ സ്വയം തീരുമാനമെടുത്തുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിലേക്ക് അതിന്റെ അപേക്ഷാ ഫോറം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അപേക്ഷാ ഫോറത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടാകും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാര പ്രകാരമുള്ള അതിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ, അതിന്റെ അധ്യാപകരെ നിർവഹിക്കുന്ന രീതിയിൽ, അതിന്റെ പരീക്ഷ നടത്തുന്ന സംവിധാനം അനുസരിച്ചുകൊണ്ട് ഒരു മദ്രസ സംവിധാനത്തിനുള്ള അംഗീകാരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമനിർദ്ദേശങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധമാണെന്ന് മദ്രസയുടെ ഉത്തരവാദപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ആ മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്ന വിദ്യാഭ്യാസ ബോർഡ്. അപ്പൊ സ്വാഭാവികമായും ഇതെവിടെന്നും അടിച്ചേൽപ്പിക്കുന്നതല്ല, സംഘടന അടിച്ചേൽപ്പിക്കുന്നതല്ല, നാട്ടുകാരുടെ സ്വയം തീരുമാനമനുസരിച്ചുകൊണ്ട് അവർ കൂടിയാലോചിക്കുന്നു. ഒരിക്കലും സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിലില്ലാത്ത മറ്റൊരു വിദ്യാഭ്യാസ ബോർഡിലും രജിസ്റ്റർ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്താറില്ല. നമ്മുടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസിനെ കുറിച്ചോ പാഠപുസ്തകത്തിന്റെ മഹിമയെ കുറിച്ചോ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിനും നടത്താറില്ല. ജനങ്ങളുടെ വിശ്വാസ്യതയാണ്, ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയാണ്. ആ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടത്തെ മഹല്ല് സംവിധാനം സുന്നി മഹല്ല് ഫെഡറേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം, മദ്രസ സംവിധാനം വിദ്യാഭ്യാസ ബോർഡ് രജിസ്റ്റർ ചെയ്യപ്പെടണം, അതിന്റെ സിലബസ് സമസ്തയുടേതാവണം, പരീക്ഷ നടത്തിപ്പ് സമസ്തയാവണം, മുഫദ്ദിസ് വരേണ്ടത് വിദ്യാഭ്യാസ ബോർഡിൽ നിന്നാവണം. ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? നാട്ടുകാർ കൂടി തീരുമാനിക്കുന്നതാണ്. നാട്ടുകാർ കൂടി ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നാട്ടുകാർ സ്വയം സന്നദ്ധരാകുന്നു. സമസ്തയുടെ നിയമനിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. സമസ്ത കേരള ജമിയത്തുലമയുടെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും ഇത്തരത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വയം സ്വീകരിക്കാൻ സന്നദ്ധമാണെന്ന് രേഖാമൂലം എഴുതി ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ സംവിധാനം നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള സർക്കുലറുകൾ വരും. ആ സർക്കുലർ അനുസരിച്ച് മദ്രസ പ്രവർത്തിച്ചു കൊണ്ടുവരിക്കുന്നു. അതേപോലെ മദ്രസയിൽ പരീക്ഷ നടക്കുന്നു, ആ സിലബസ് അനുസരിച്ച് ക്ലാസ് എടുക്കുന്നു, അതിന് യോഗ്യരായ അധ്യാപകരെ നിയമിക്കുന്നു. ആ അധ്യാപകർക്ക് സമസ്ത പറയുന്ന നിബന്ധനകൾ ഉണ്ടോ എന്ന് പരമാവധി പരിശോധിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. അതിന് മറ്റുള്ള ആളുകൾ എന്തിന് ചോദ്യം ചെയ്യണം? ഇതിന്റെ പുറത്തുള്ള ആളുകൾ ഇതിന് എന്തിന് ചോദ്യം ചെയ്യണം? നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഈ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നയാൾ അവരും നടത്തുന്നുണ്ടല്ലോ സ്ഥാപനം, അവരും നടത്തുന്നുണ്ടല്ലോ പള്ളികൾ. നിങ്ങൾ ആലോചിക്കണം, ആ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുടെ മാത്രം കയ്യിൽ നിന്നാണോ സംഭാവന സ്വീകരിച്ചത്?
നിങ്ങളുടെ മൈക്ക് ഉപയോഗിക്കാത്ത, ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാത്ത പള്ളികൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതെങ്കിലും ഉണ്ട്. അതിലേക്ക് നിങ്ങളുടെ ആശയക്കാരായിട്ടുള്ള ഈ കാഴ്ചപ്പാടിനെ അനുസരിക്കുന്ന ആളുകളുടെ മാത്രം കയ്യിൽ നിന്നാണോ നിങ്ങൾ സംഭാവന സ്വീകരിച്ചത്? അല്ല. നിങ്ങൾ നമ്മുടെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി, നമ്മുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പരിചയപ്പെടുത്തി, നമ്മുടെ ഒരു പള്ളി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അതിന് സന്നദ്ധരായ താല്പര്യമുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾ പണം സ്വീകരിച്ചു. ഞാൻ സംഭാവന തന്നിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച അവിടെ ലൗഡ് സ്പീക്കറിൽ ഖുത്ബ നിർവഹിക്കണമെന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളത് സമ്മതിക്കുമോ? ഇതൊക്കെ സാധാരണ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കുന്ന സംഗതിയാണ്. പക്ഷേ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ കീഴിലുള്ള ഏത് വിദ്യാഭ്യാസ സംവിധാനമാണെങ്കിലും അതിന്റെ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അംഗീകരിക്കുന്നവർക്ക് മാത്രം അംഗീകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഒരു നാട്ടിലെ മദ്രസ സംവിധാനം, ആ മദ്രസ മാനേജ്മെന്റിന് തോന്നുകയാണ് നമുക്ക് ഈ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ നിയമാവലിയും കാര്യമൊന്നും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു അംഗീകാരം വേണ്ട, അവരുടെ സിലബസും വേണ്ട, അവരുടെ പരീക്ഷയും വേണ്ട, അവിടെ നിന്ന് മുഫത്തിച്ചും വരണ്ട, ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് ഇനിയൊരു മദ്രസ മാനേജ്മെന്റ് തീരുമാനമെടുത്താൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ സമസ്ത വരൂല. അവരെ പിന്നാലെ ഒന്ന് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു വരാൻ അതിനും സമസ്തയില്ല. ഇതൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ്, ജനങ്ങളുടെ തീരുമാനം. ജനങ്ങൾ അതിന് സ്വയം സന്നദ്ധമായി കഴിയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു സംഘടനാ സംവിധാനം, ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ ബോർഡ് എന്ന രീതിയിൽ അതിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ആ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് ഇന്നുവരെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മദ്രസ മാനേജ്മെന്റ് പോലും ഇന്നുവരെ പരാതി പറഞ്ഞിട്ടില്ല. കളത്തിന് പുറത്തുള്ള ആളുകളാണ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളത്തിന് പുറത്തുള്ള ആളുകളാണ്. അവർ ഈ മദ്രസക്ക് സംഭാവന കൊടുത്തവരല്ല, ഈ മദ്രസ ഉണ്ടാക്കുന്നതിൽ പങ്കാളികളായവരുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ അടിസ്ഥാനപരമായ പരാതിയുടെ പ്രേരക ശക്തി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്രസയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, മുഅല്ലിമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് MSR എന്ന് പറയുന്ന മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഒരു രജിസ്റ്റർ സംവിധാനമുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അപ്പൊ ഈ സർവീസ് രജിസ്റ്റർ അനുസരിച്ചുകൊണ്ട് നേരത്തെ ഒരു കൃത്യമായ ആശയത്തിന്റെയും നടപടിക്രമങ്ങളുടെയും ഭാഗമായി ഈ രജിസ്റ്റർ അതിൽ അപേക്ഷ കൊടുത്തുകൊണ്ട് MSR അത് വാങ്ങി കൈക്കലാക്കി. സ്വാഭാവികമായും വർഷങ്ങൾ പിന്നിടുമ്പോ ഒരു മനുഷ്യന് സ്വാഭാവികമായും ആശയപരമായി വ്യത്യാസമുണ്ടാകാം, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ടാവാം. ഒരു പക്ഷേ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്, പിൽക്കാലത്ത് അദ്ദേഹം മദ്രസയിൽ പഠിപ്പിക്കാൻ കൊള്ളാത്ത ആളാവാൻ സാധ്യതയുണ്ട്. പല കാരണങ്ങളും ഉണ്ടാകാം. അപ്പൊ സ്വാഭാവികമായും ഈ MSR ഒന്ന് പുതുക്കണം. ഈ MSR പുതുക്കുമ്പോ ഇവിടെ പച്ചക്കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് MSR പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത വിലപേശൽ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തരം താടിയും തലപ്പാവും ധരിച്ചുകൊണ്ട് പച്ചക്കളവാണ് ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, MSR പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോമാണിത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വിതരണം ചെയ്യുന്ന MSR പുതുക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോമാണ്. ഈ അപേക്ഷാ ഫോമിൽ പറയുന്ന കാര്യം, ഒന്ന് MSR നമ്പർ അതിൽ എഴുതണം. ഇതിനാർക്കെങ്കിലും തർക്കമുണ്ടോ? ഇയാൾ MSR ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ MSR നമ്പർ അതിൽ എഴുതണം, ആർക്കും ഒരു പ്രയാസമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പേരും ഇനീഷ്യൽ എഴുതണം, അത് വെളിപ്പെടുത്തുന്നതിന് ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ വീട്ടുപേര് എഴുതണം, ആ വീട്ടുപേര് എഴുതാം. പിന്നെ പിതാവിന്റെ പേര് എഴുതണം, സ്ഥലം, അഡ്രസ്, ജില്ല, സംസ്ഥാനം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് നമ്പർ, ഇദ്ദേഹത്തിന്റെ ജനനത്തീയതി, ഇതൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയല്ല. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ആധാർ നമ്പർ എഴുതണം, ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ തൂക്കാൻ വിധിക്കണമെന്നില്ല. അതൊക്കെ ഒരു അപേക്ഷാ ഫോമിന്റെ രീതിയാണ്. പിന്നെ ഇതിന് കീഴിൽ 4 പേരുടെ ഒപ്പ് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരു മദ്രസ മുഅല്ലിം അദ്ദേഹത്തിന്റെ സർവീസ് രജിസ്റ്റർ പുതുക്കുന്നതിന് വേണ്ടി 4 പേരുടെ ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ഒപ്പ് ഇപ്പോൾ ജോലി ചെയ്യുന്ന മദ്രസ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ ഒപ്പോ സീലോ വല്ല പ്രയാസമുണ്ടോ? ഇപ്പോൾ ആ മദ്രസ മുഅല്ലിം ഏത് മദ്രസയിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ മദ്രസ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയോടോ ഒപ്പും സീലും വെക്കണം. ഇതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. മറ്റൊന്ന്, ആ നാട്ടിലുള്ള ഇദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലുള്ള SMF, SOS, SKSF അവിടുത്തെ ശാഖാ കമ്മിറ്റികൾ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെ ഒപ്പുവെക്കണം. 2 ആളുടെ ഒപ്പുവെക്കണം. മറ്റൊന്ന്, ഇദ്ദേഹം
സ്വദേശ റേഞ്ചിൽ ചേർന്ന ഇദ്ദേഹത്തിന് സ്വന്തം നാട്ടിലുള്ള റേഞ്ചിന്റെ സെക്രട്ടറിയുടെ പേരും ഒപ്പും സീലും വെക്കണം. ഇപ്പോൾ ജോലി ചെയ്യുന്ന റേഞ്ച് സെക്രട്ടറിയുടെ പേരും ഒപ്പും വെക്കണം. ഇതൊക്കെ ദിവസം 4-5 തവണ കാണുന്ന ആൾക്കാരാണ്. ഇതിന് ഇദ്ദേഹത്തെ ഈ അപേക്ഷാ ഫോമും പൂരിപ്പിച്ചു കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാങ്കേതികത്വവും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഒരു സങ്കീർണതയും ഇല്ല. സ്വന്തം നാട്ടിൽ കാണുന്ന അവിടുത്തെ ജോലി ചെയ്യുന്ന മദ്രസയുടെ സെക്രട്ടറിയുടെ ഒപ്പ്, സ്വന്തം നാട്ടിലെ ശാഖാ എസ്കേസുകാരന്റെ ഒപ്പ്, അതേപോലെ ജോലി ചെയ്യുന്ന ആ റേഞ്ചിന്റെ സെക്രട്ടറിയുടെ ഒപ്പ്, ഇങ്ങനെയുള്ള ദിവസവും 4-5 തവണ പരസ്പരം കാണുകയും സൗഹൃദ ബന്ധം പുതുക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് അവസാനം ഇദ്ദേഹത്തിന്റെ ഒപ്പും വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ MSR പുതുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷ കൊടുക്കണം. ഇതിന് ഇദ്ദേഹം പറയുന്ന കാര്യം SKSF ശാഖാ കമ്മിറ്റിക്കാരന്റെ ഒപ്പ് കിട്ടാൻ വലിയ പ്രയാസമാണെന്നാണ്. SKSFന്റെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ വളരെ വളരെ സത്യസന്ധമായി ഞാൻ പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തകർ കൊടുത്ത നിർദ്ദേശം ഒരു സജീവ SKSFകാരനാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കാവൂ എന്നല്ല. കാരണം നമുക്കറിയാം, നമ്മുടെ മുഅല്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സംഘടനാ പ്രവർത്തകരാകാൻ സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലരും പല ജീവിത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ സംഘടനാ പ്രവർത്തകരാകണമെന്ന് പോലും നമ്മൾ ശാഠ്യപ്പെടുത്തുന്നില്ല, വേണ്ട. നമ്മൾ അതിന് ഏറ്റവും മിനിമമായി പറയുന്ന ഒരു സംഗതി, ഈ സംഘടനക്കെതിരെ പ്രവർത്തിക്കുന്നതാവാൻ പാടില്ല, സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്നയാളാവാൻ പാടില്ല. സമസ്തക്കെതിരെ പ്രവർത്തിക്കാത്ത ഈ പറയുന്ന കക്ഷിയുടെ സംഘടനയിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തകനായി, എന്നാൽ നിശബ്ദമായി, ആർക്കും ശല്യമുണ്ടാക്കാതെ, ആർക്കും പ്രയാസമുണ്ടാക്കാതെ, തന്റെ കാഴ്ചപ്പാട് അതാണ് എന്ന ബോധത്തോടുകൂടിയും ബോധ്യത്തോടുകൂടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വഹബികൾക്ക് SKSFന്റെ ശാഖാ കമ്മിറ്റിക്കാർ ശാഖയുടെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഘടനാ പക്ഷപാതിത്വമുണ്ടെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുമോ? അപ്പൊ ഇവിടത്തെ നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ആ നാട്ടിലോ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലോ ജോലി ചെയ്യുന്ന പ്രദേശത്തോ മിനിമം ആ നാട്ടിലെ സമാധാനം തകർക്കാത്ത, അവിടെ അനൈക്യമുണ്ടാക്കാത്ത, അവിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാത്ത, അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സമാധാനപരമായി ഒരു മദ്രസ മുഅല്ലിമാണെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലാണെങ്കിൽ ആ സിലബസ് അനുസരിച്ച് അതിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാന്യമായി ജോലി ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ആ മുഅല്ലിമെങ്കിൽ ആ മുഅല്ലിം നമ്മുടെ സംഘടനാ വിരുദ്ധനല്ലെങ്കിൽ പോലും ആ സംഘടനയിൽ, മറ്റൊരു സംഘടനയിൽ ഇദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള സംഘടനയുടെ ഭാഗമായോ അനുഭാവിയായോ പ്രവർത്തിക്കുന്നയാളാണെങ്കിൽ പോലും ഇന്നും എത്രയോ മുഅല്ലിം ക്ഷേമനിധി കരഗതമാക്കിയിട്ടുള്ള എത്രയോ ആളുകളുടെ പേര് വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ സാധിക്കും. ഇത് നമ്മുടെ ഒരു ഔദാര്യമായിട്ട് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദാര്യമായിട്ട് പറയുന്നില്ല. ഈ സംവിധാനത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ മാനിക്കുക എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഈ നടപടിക്രമങ്ങളെ മാനിക്കണം, അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അത് സമസ്തക്ക് മാത്രമുള്ള സിസ്റ്റം അല്ല, ഇവർക്കുള്ള സിസ്റ്റാണ്. ഇവരിപ്പോ കോളേജ് നടത്തുന്നുണ്ടല്ലോ, ആ കോളേജിൽ പല കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കോളേജിൽ നിങ്ങളുടെ ആശയക്കാരായ ആളുകൾ മാത്രമല്ല അവിടെ അധ്യാപകർ, നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആളുകളല്ലേ അവിടുത്തെ അധ്യാപകർ. ആ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിൽ ഒരാൾ 1 ലക്ഷം രൂപ സംഭാവന ചെയ്തു എന്ന് സങ്കല്പിക്കുക. ആ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ 1 ലക്ഷം സംഭാവന ചെയ്തയാൾ പിറ്റേ വർഷം വന്നിട്ട് പറയാൻ, ഞാൻ പറയുന്ന ഒരാളെ നിങ്ങൾ അധ്യാപകനായിട്ട് നിയമിക്കണം, ഞാൻ പറയുന്ന ആൾ അധ്യാപകനായി നിയമിക്കണം. നിങ്ങൾ എന്താ പറയാ? ഇവിടെ ഒരു സിലബസ് ഉണ്ട്, ഇവിടെ ഒരു കരിക്കുലമുണ്ട്, അതിൽ പഠിപ്പിക്കേണ്ട ആളുകൾ ആരൊക്കെ എന്നത് ഞങ്ങൾ നിർണ്ണയിക്കുന്ന കാര്യമാണ്, ഞങ്ങളുടെ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഇന്റർവ്യൂ ബോർഡ് ഉണ്ട്, അവരാണ് അധ്യാപകരെ നിയമിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന അധ്യാപകർ, നിങ്ങൾ പറയുന്ന ആളുകളെ നിയമിക്കാൻ കഴിയില്ല. ഇതൊരു കമ്മിറ്റിയാണ്, ഇതൊരു വ്യവസ്ഥിതിയാണ് എന്നല്ലേ നിങ്ങൾ മറുപടി പറയുന്നത്? ഇതാർക്കും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല, ഇത് സാധാരണ ബുദ്ധി കൊണ്ട് ആർക്കും തിരിച്ചറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇതല്ല അടിസ്ഥാന പ്രശ്നം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ചില പ്രദേശങ്ങളിൽ, ചില ശാഖകളിൽ, ചില മഹല്ലുകളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കും സംഘടനാ രംഗങ്ങൾക്കും അതേപോലെ മഹല്ലിന്റെ പൊതുവായ സമാധാനത്തിനും ഭംഗം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ആളുകൾക്ക് സ്വാഭാവികമായും അവിടുത്തെ റേഞ്ച് സെക്രട്ടറി ഒപ്പിടൂല, അവിടുത്തെ മദ്രസ കമ്മിറ്റി ഒപ്പിടൂല,
അവിടുത്തെ സംഘടനാ ഭാരവാഹികൾ ഒപ്പിടൂല. കാരണം എന്താണ്? ഇവര് നമ്മുടെ സംഘടനക്കെതിരെ പ്രവർത്തിക്കും, സമസ്തക്കെതിരെ പ്രവർത്തിക്കും, സമസ്തയുടെ നേതാക്കന്മാരെ പരിഹസിക്കും, അവർക്കെതിരെ മോശമായ പ്രയോഗങ്ങൾ നടത്തും, അവരെ വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കും. അങ്ങനെ സംഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്തുകയും വേണം, സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കും വേണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ മാത്രമുള്ള ആ ഒരു നിലപാടിലേക്കൊന്നും ഒരിക്കലും സംഘടനയെ സംബന്ധിച്ചിടത്തോളം എത്താൻ കഴിയില്ല. നമ്മൾ ഇവിടുത്തെ ഒരു പൊതുവായ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംവിധാനത്തെ മാന്യമായ രീതിയിൽ ഉൾക്കൊള്ളാൻ സന്നദ്ധമായ ആർക്കും ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കാവുന്നതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഅല്ലിം ക്ഷേമനിധി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ 10ഉം 15ഉം മാസികയുടെ വരിക്കാരെ ചേർക്കണം. പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. ആനുകൂല്യം കിട്ടണമെങ്കിൽ അത് വേണം, വരിക്കാരെ ചേർക്കണം. ശരിയാണ്. ഒരു മദ്രസ മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വയം വരിക്കാരനാവുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ വരിക്കാരനായി ചേർക്കുകയോ വേണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അദ്ദേഹം വരിക്കാരനായി ചേർക്കണമെന്നില്ല, അദ്ദേഹം മറ്റൊരു വരിക്കാരനെ ചേർത്താൽ മതി. അല്ല, ഇദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് എല്ലാ വർഷവും ആനുകൂല്യം കിട്ടണം, സമസ്ത അതിന് തയ്യാറാണ്. ഇദ്ദേഹത്തിന്റെ സർവീസ് അനുസരിച്ച്, യോഗ്യത അനുസരിച്ചുകൊണ്ട് എല്ലാ വർഷവും ആനുകൂല്യം കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ എല്ലാ വർഷവും കാശ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുമ്പോ സമസ്ത തിരിച്ചു പറഞ്ഞു, എല്ലാ കൊല്ലം ഇങ്ങനെ കാശ് വാങ്ങിക്കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചെന്തേലും ഇങ്ങോട്ടും തരണം. എങ്ങോട്ട്? വ്യക്തികൾക്കല്ല, സംഘടനകൾക്കല്ല. ഈ സംഘടനയുടെ പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വരിക്കാരെ ചേർക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. എല്ലാ കൊല്ലം കാശ് നമുക്ക് വേണം, വരിക്കാരെ ചേർക്കാൻ പറ്റൂല. ഈ രീതി ശരിയല്ല. എന്നാൽ ഇത് അടിച്ചേൽപ്പിക്കുന്ന സംഗതിയല്ല. ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഒരു വർഷം അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ വേണമോ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. 15ഉം 10ഉം വരിക്കാരെ ചേർക്കണമെന്നൊന്നും പറയണില്ല. എല്ലാ കൊല്ലവും കാശ് കൃത്യമായിട്ട് കിട്ടണം. എന്തിനാണ് ശമ്പളമല്ല ചോദിക്കുന്നത്, മാസം ജോലി ചെയ്ത് ശമ്പളമല്ല, വർഷത്തിൽ കൃത്യമായ ഇതേപോലെയുള്ള ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ട് പണം കിട്ടണമെങ്കിൽ അത് കൊടുക്കാൻ സമസ്ത തയ്യാറാണ്. പക്ഷേ അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് വരിക്കാരെ ചേർത്ത് കൊടുക്കണം സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങൾക്ക്. അല്ല, ഞാൻ വരിക്കാരെ ചേർക്കാൻ തയ്യാറില്ല, എനിക്ക് കാശ് വേണം. ഒരിക്കലും സമസ്തയുടെ അനുഭാവിയായ അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സംഘടനാ സംവിധാനത്തെ തിരിച്ചറിയുന്ന ഒരു മുഅല്ലിമും ഇന്നുവരെ പരാതി പറഞ്ഞിട്ടില്ല, പരാതി പറയണില്ല. പക്ഷെ വളരെ ബോധപൂർവം ഇതൊക്കെ വലിയൊരു സാങ്കേതികത്വമായിട്ട് പറഞ്ഞു തീർത്തുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സംഘടനയുടെ നടപടിക്രമങ്ങൾ ഇവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഓരോ മുഅല്ലിമിന്റെയും ചോയ്സാണ്. അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കപ്പെടാവുന്നതാണ്. മദ്രസയിൽ പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങനൊരു മാനദണ്ഡമൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മദ്രസയിൽ ഓരോ വർഷത്തെയും അത്തരം ആനുകൂല്യം കിട്ടുന്നതിന് പോലും ഇതേപോലെയുള്ള മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടില്ല. വർഷം കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു. അതൊരു പ്രോത്സാഹനമാണ്. മാത്രമല്ല, ആ വരിക്കാരെ ചേർക്കുന്നതോ ഇതിൽ വളരെ തന്ത്രപൂർവ്വം ഒരു കാര്യം മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വരിക്കാരെ ചേർക്കുന്നത് പോലും അതും ഒരു ആനുകൂല്യമാണ്. ഇദ്ദേഹം 15 വരിക്കാരെ ചേർത്ത് അവിടെ കൊണ്ടുപോയി അടക്കുമ്പോ ഇതിന്റെ കാശ് മുഴുവൻ അദ്ദേഹം അടക്കേണ്ടതില്ല. അതിനൊരു നിശ്ചിത ശതമാനം വിഹിതം ഇദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്കാണ്. ഇതും ഒരു ആനുകൂല്യമാണ്. അപ്പൊ ഇതേപോലെയുള്ള ഇങ്ങോട്ട് കിട്ടുന്നൊന്നും കണക്കിലില്ല, അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രം വലിയ കണക്കായി വലിയ സംഘടനാപരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഒരു നാട്ടിൽ ഇപ്പോ 4-5 മദ്രസ മുഅല്ലിമീങ്ങൾ ഉണ്ടാവുക, ബാക്കി ആ മഹല്ലിലുള്ള ഒരു പക്ഷേ 400-500 മുസ്ലിം വീടുകളിലെ ആളുകൾക്ക് ഒരു പക്ഷേ മുഅല്ലിം ക്ഷേമനിധിയുടെ സാങ്കേതികത്വങ്ങൾ അറിഞ്ഞോളുന്നില്ല. ആദരണീയനായ നാസർ ഫൈസി കൂടത്തായി ഇവിടുത്തെ ചേർന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അപ്പൊ ഇതിന്റെ സാങ്കേതികത്വം സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് അറിയില്ല. ഇവിടെ കൂടിയത് ഒരുപക്ഷെ 98% ആളുകളും മദ്രസ മുഅല്ലിങ്ങളല്ല, രക്ഷിതാക്കൾ, കാരണവന്മാർ, നാട്ടിലെ വിവിധങ്ങളായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല ഒരു മുഅല്ലിമിന് ക്ഷേമനിധി കിട്ടാനുള്ള മാനദണ്ഡം എന്താണ്, അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഭാഗമായി ഓരോ വർഷവും ഇദ്ദേഹത്തിന് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ എന്താണ്. ഞങ്ങൾ ഇത്ര ആനുകൂല്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യാ കണക്ക് പറഞ്ഞിട്ട് അത് ഔദാര്യമായിട്ട് ഇന്നുവരെ നമ്മൾ എവിടെയും പ്രസംഗിക്കാൻ പോകാറില്ല.
പക്ഷേ അങ്ങനെയെല്ലാം ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മുടെ മുഅല്ലിം സഹോദരങ്ങൾക്ക് വീട് വെക്കാനും മക്കളെ കല്യാണം കഴിക്കാനും രോഗചികിത്സക്കും അതേപോലെയുള്ള ഓരോ കാര്യങ്ങൾക്കുമുള്ള വിവിധങ്ങളായിട്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ മുഅല്ലിം സഹോദരങ്ങളെ ഇതേപോലെ ചില നിയമക്കുരുക്കുകൾ ഉണ്ടാക്കി പേടിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും ഇദ്ദേഹം പറഞ്ഞത്, മദ്രസയിൽ നിന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദഅവത്തിനൊരു കൈത്താങ് എന്ന് പറഞ്ഞിട്ട് കുറെ ലക്ഷങ്ങൾ പിരിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പറയാൻ അതിന്റെ കണക്കൊന്നും ഞാൻ ചോദിക്കണില്ല, അല്ലെങ്കിൽ മൂപ്പര് ചോദിച്ചാൽ കണക്ക് പറയാൻ നിൽക്കുകയാണ്. മൂപ്പരോട് മുമ്പിലാണല്ലോ കണക്കൊക്കെ അവതരിപ്പിക്കേണ്ടത്. പൈസ ഇങ്ങനെ പിരിച്ചുകൊണ്ടുകൊണ്ട്, പൈസ ക്ഷേമനിധി പറഞ്ഞ് പിരിച്ചുകൊണ്ടുകൊണ്ട്, ദഅവത്തിന് കൈത്താങ് എന്ന് പറഞ്ഞ് പിരിച്ചുകൊണ്ട്, സമ്മേളനത്തിനെന്ന് പറഞ്ഞ് പിരിച്ചുകൊണ്ട്, അങ്ങനെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 10 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് കുട്ടികളുടെ കയ്യിൽ നിന്ന് എത്ര കോടിക്കണക്കിന് രൂപയാണ് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് പറയാം അതിന്റെ കണക്കൊന്നും ഞാൻ ചോദിക്കണില്ല. മൂപ്പൻ കണക്ക് ചോദിച്ചാൽ കാത്തിക്കണം നമ്മള്, കാരണം അത് വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ. ഇങ്ങനെ ഒരു ജാതി ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ അതിന്റെ കീഴ്ഘടകങ്ങളോ മദ്രസയിൽ നിന്നല്ല, മഹൽ നിന്നല്ല, സാധാരണ ഒരു പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് പോലും ഒരു നാണയത്തുട്ട് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ, സംഘടനാപരമായ ഒരു കലക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ബന്ധപ്പെട്ട വേദികളിലും മീറ്റിങ്ങുകളിലും അത് കൃത്യമായി ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് സഹിതം അവതരിപ്പിക്കപ്പെടുന്ന ഒരു ശീലമാണ് നിങ്ങൾക്കുള്ളത്. അത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇന്നുവരെ അത്തരത്തിലുള്ള ഒരു ക്രമക്കേട് ആരോപണം ഉന്നയിക്കാനും പോലും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ദഅവത്തിനൊരു കൈത്താങ് എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഹ്വാന പ്രകാരം ഒരു വലിയ കളക്ഷന് വേണ്ടിയിട്ട് സമസ്ത ആഹ്വാനം ചെയ്തു. തൃശൂർ ജില്ലയിലെ തിരുവത്രയിലുള്ള ഒരു വ്യക്തി ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ നിന്ന് വ്യാപകമായി മദ്രസയിൽ നിന്ന് കുട്ടികളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്, രക്ഷിതാക്കളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സാമ്പത്തികമായ കാര്യത്തിൽ അത്ര ശരിയല്ല. അതുകൊണ്ട് ഇവരുടെ കലശ നിർത്തിവെക്കണം. രണ്ടാമത്തെ കാരണം ഹൈക്കോടതിയിൽ പറഞ്ഞത്, ഓരോ മദ്രസ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായം ഒന്നിച്ച് നടത്തുന്നതാണ്. അവിടെ സുന്നികളുണ്ട്, മുജാഹിദുകളുണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. അങ്ങനെ ഓരോ വിഭാഗത്തെയും ഖാദിയാനി ഉൾപ്പെടെ അദ്ദേഹം എഴുതി കൊടുത്തു. ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ മദ്രസ നടത്തുന്നത്. ഇവർ സംഘടനാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുകയാണ്, ആ പിരിവ് നിർത്തിവെക്കണം. അതേപോലെ ഇവർ മഹല്ലുകളിൽ, നാടുകളിൽ സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കലശം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. സാധാരണ രീതിയിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ഹർജി സ്വീകരിച്ച് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ജഡ്ജി നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ നമുക്ക് നോട്ടീസ് കിട്ടിയാൽ നമ്മൾ എന്ത് വേണം? നമ്മുടെ വാദം പറയാൻ വേണ്ടി ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ കണ്ട് അദ്ദേഹത്തിന് 10,000-25,000 രൂപ കൊടുത്ത്, ഞങ്ങളുടെ ഭാഗം ഇത് കൊടുക്കണം, ഒരു സത്യവാങ്മൂലം നിങ്ങളും സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോകണം. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാമ്പത്തിക വിശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ തിരുവത്ര സ്വദേശി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ കേസിനുണ്ടായ പര്യവസാനം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഹർജി ഹൈക്കോടതി ജഡ്ജി ഇങ്ങനെ വാങ്ങിയിട്ട് ചുരുട്ടിട്ട് കൊട്ടേക്കുന്നുണ്ട്. സമസ്തക്ക് നോട്ടീസ് അയച്ച പോലുമില്ല. മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെതിരെ നോട്ടീസ് അയക്കണമെന്നും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ആ ഹർജി ഹൈക്കോടതി സ്വീകരിക്കുക പോലും ചെയ്യാതെ ആ ഹർജി കോടതിയുടെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞതാണ് കഴിഞ്ഞ വർഷമുണ്ടായ സംഭവം. അപ്പോ ഹൈക്കോടതിക്കറിയാം ആരാണ് പിരിവ് നടത്തുന്നത്, അവരുടെ പിരിവിന്റെ രീതി എന്താണ്, അവരുടെ സാമ്പത്തിക വിശുദ്ധി എന്താണ്. നാട്ടുകാർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. സമസ്ത ഇന്നുവരെ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിച്ചപ്പോ എന്നും നിങ്ങൾക്ക് ഒരു പിരിവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മടിപ്പിക്കുന്ന മറുപടി ഒരു പ്രദേശത്തും കിട്ടാറില്ല. സമസ്തയുടെ നേതൃത്വം ആഹ്വാനം ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടി സംഖ്യ നൽകാൻ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറാണ്. അത് ഈ സംഘടന നേടിയെടുത്ത വിശ്വാസ്യതയുടെ അടയാളമാണ്. ഇങ്ങനെ സാമ്പത്തികമായ ക്രമക്കേടിന്റെ പേരിൽ വലിയ ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇവർ മദ്രസയിൽ, പള്ളികളിൽ ജീവനക്കാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്ടുള്ള ഓഫീസിൽ നിന്നാണ്. എന്താ വണ്ടൂരിലേക്ക് ആരും ഖത്തീബിനും ഖാദിയനും അന്വേഷിച്ച് ചെല്ലുന്നില്ല? അതിന് കോഴിക്കോട്ട് ഓഫീസിനെ കുറ്റം പറയുന്ന കാര്യം എന്താണ്?
ഇവരുടെ ഓഫീസിലേക്ക് ഒരു മുഅല്ലിമിനെ വേണമെന്ന് പറഞ്ഞിട്ട് ആരും ചെല്ലുന്നില്ല. ഇവരുടെ ഓഫീസിലേക്ക് നല്ലൊരു ഉസ്താദ് ഞങ്ങളുടെ മഹലിലേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആരും ചെല്ലുന്നില്ല. അത് ജനങ്ങളുടെ വിശ്വാസമാണ്, ജനങ്ങളുടെ തീരുമാനമാണ്. സമസ്ത അംഗീകരിക്കുന്ന, സമസ്തയുടെ ഓഫീസിൽ നൽകുന്ന ഒരു മുദരിസാവണം, ഒരു ഖതീബാവണം, ഒരു മുഅല്ലിമാകണം ഞങ്ങളുടെ നാട്ടിൽ ദീനിന്റെ സേവനം ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചുകൊണ്ട് കോഴിക്കോട്ടും ചേളാരിയിലുമുള്ള ഓഫീസിലേക്ക് ആളുകൾ ചെന്നെത്തുന്നത് അത് നമ്മുടെ കുഴപ്പമല്ല. ഈ സംഘടന ജനങ്ങൾക്കിടയിൽ നേടിയെടുത്ത വിശ്വാസിയുടെ അടയാളമാണ്. എന്നിട്ട് കോഴിക്കോട്ട് നിന്നാണ് ആളുകളെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ജീവനക്കാരെ നിയമിക്കുന്നത്. ഇങ്ങനെ ജീവനക്കാരെ പോലും ഇവരെ സംഘടനാവൽക്കരിക്കുന്നു എന്ന ആക്ഷേപം. മറ്റൊരാക്ഷേപം SKSF കത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ SKSF സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ 18 or 20 വയസ്സായ ചെറുപ്പക്കാരായിരിക്കും. എന്നിട്ട് ഈ കുട്ടിയുടെ അടുത്തേക്ക് ഒരു കത്തും ചോദിച്ചിട്ട് ചെല്ലേണ്ടത് ആരാണ്? ഈ കുട്ടിയെ പഠിപ്പിച്ച, ഈ കുട്ടിയുടെ പിതാവിനെ പഠിപ്പിച്ച, ആ നാട്ടിൽ 10, 35, 40 വർഷം മുഅല്ലിമായിട്ട് സേവനം ചെയ്ത വയസ്സായ ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ അടുത്തേക്ക് കത്തും ചോദിച്ചിട്ട് ചെല്ലണം. വല്ലാത്തൊരു ദുർവിധിയാണ് ഈ ഉസ്താദിന് ഉണ്ടാകുന്നത്. അങ്ങനൊന്നും ഒരു ഉസ്താദിനുണ്ടാവില്ല. ഉസ്താദിന്റെ കോലത്തിലാണെങ്കിൽ ഉസ്താദ് ശിഷ്യന്റെ അടുത്തേക്ക് ചെല്ലേണ്ടതില്ല. ശിഷ്യന്മാർ ഉസ്താദിന്റെ വീട്ടിൽ ചെന്നിട്ട് ഉസ്താദെ MSR ശരിയാക്കണ്ടേ, ക്ഷേമനിധി കാശ് വേണ്ടേ, ആനുകൂല്യം വേണ്ടേ, വീട് പണി തുടങ്ങിയിട്ടുണ്ടല്ലോ, നമുക്ക് കുറച്ച് കാശ് വേണ്ടേ എന്ന് പറഞ്ഞ് ഈ ശിഷ്യൻ തന്നെ അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്ത്, ശിഷ്യൻ തന്നെ കത്ത് തയ്യാറാക്കി, ശിഷ്യൻ തന്നെ ചേളാരി ഓഫീസിൽ ഉസ്താദിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കാശ് വാങ്ങിക്കൊണ്ടു കൊടുക്കും. അങ്ങനത്തെ ഒരു ദുരവസ്ഥയൊന്നും ഒരു ഉസ്താദിനുമില്ല. പിന്നെ ഉസ്താദ് ഇങ്ങനെ ഇടക്കിടക്കിനെ നിറം മാറി നടക്കുന്ന ഉസ്താദാണെങ്കിൽ ശിഷ്യന്മാർക്ക് കുറച്ച് ജാഗ്രത ഉണ്ടാകും. അത് പരമാവധി ശിഷ്യന്മാർ ഉസ്താദിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അല്ലാതെ ഒരു ഉസ്താദിനും ഇത്തരത്തിലുള്ള ദുരവസ്ഥയൊന്നുമില്ല. എന്നിട്ട് പറയാൻ, ഒരു ചെറിയ കുട്ടിന്റെ അടുത്തേക്ക് 40, 45 വർഷക്കാലം മദ്രസയിൽ മുഅല്ലിമായി സേവനം ചെയ്ത നല്ലൊരു മനുഷ്യൻ, എന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ അടുത്തേക്കൊക്കെ പോയിട്ട് കത്തിനും വേണ്ടിയിട്ട് അവിടെ പോയി കാവൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ഒരിക്കലും ഒരു ഉസ്താദിനും ആ ഒരു ദുരവസ്ഥ ഉണ്ടാവില്ല. ഉസ്താദാണെങ്കിൽ ആ ഉസ്താദിന്റെ കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരായ ശാഖാ കമ്മിറ്റി ഭാരവാഹികൾ ഭംഗിയായി നിർവഹിച്ചു കൊടുക്കും. അവർ ചേളാരി പോലും ഓഫീസിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോലും പോകേണ്ട ആവശ്യമില്ല. SKSF പ്രാദേശിക തലങ്ങളിലുള്ള പ്രവർത്തകന്മാർ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ വലിയ പൊതുജനങ്ങൾക്കിടയിൽ പോലും വലിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വാദം, ഇവർ മദ്രസയിൽ ആകെ 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് ഈ കുട്ടികൾക്ക് ക്ലാസ്. എന്നിട്ട് പിന്നെ ആ കുട്ടികളുടെ ഇടയിൽ വന്നിട്ട് ഒരു SBV ഉണ്ടാക്കുക, ഒരു സുന്നി ബാലവേദി രൂപീകരിക്കണം എന്ന് പറയാം. ആകെ 1.5 മണിക്കൂറാണ് ഇവിടെ ക്ലാസ് എടുക്കാൻ സമയമുള്ളൂ. ആ 1.5 മണിക്കൂറിനുള്ളിൽ ഇനി സംഘടനാ പ്രവർത്തനം അടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടികളോ ഇവർ മദ്രസാ തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ SBVയുടെ പ്രവർത്തകരായി മാറണം. അത് സംഘടനയുടെ നിബന്ധനയാണത്രേ. എന്നിട്ട് ഇവര് കുറച്ചു വലുതായി കഴിഞ്ഞാൽ അവർ SKSF ആകും, കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അവർ SYS ആകും, പിന്നെ അങ്ങനെ SMF മറ്റു വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ പോകും. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇങ്ങനെ മദ്രസാ തലത്തിൽ തന്നെ സംഘടനാവൽക്കരിച്ച് സുന്നി ബാലവേദിയും SKSF ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മദ്രസാ തലത്തിൽ ഇങ്ങനെ ഒരു സംഘടനാവൽക്കരണം നടന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗിന് പിന്നെ ആളെ കിട്ടൂല, കോൺഗ്രസുകാർക്ക് ആളെ കിട്ടൂല, CPMകാർക്ക് ആളെ കിട്ടൂല. അതുകൊണ്ട് ഈ മദ്രസാ തലത്തിൽ സംഘടനാവൽക്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളെ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പോലും ഈ വിഷയത്തിൽ ഇടപെടിച്ചുകൊണ്ട് നാട്ടിൽ കലുഷിതമായ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫിത്നയുണ്ടാക്കുക എന്ന അജണ്ടയോടുകൂടി തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. SBV രൂപീകരിക്കാത്ത മദ്രസയിൽ എന്താ ചെയ്യാറുള്ളത്? SBV രൂപീകരിക്കാത്ത മദ്രസയിൽ സാധാരണ ഇയാൾ പറഞ്ഞ രീതിയാണെങ്കിൽ എന്താ ചെയ്യാറുള്ളത്? 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായ കുട്ടികളൊക്കെ വിളിക്കും. എന്നിട്ട് പറയും, ഒരു 10-25 കുട്ടികൾ പാസ്സായിട്ടുണ്ട്, നിങ്ങളൊരു 5 ആള് മുസ്ലിം ലീഗ് പോയി ചേർന്നോ, നിങ്ങളൊരു 5 ആള് കോൺഗ്രസ് പോയി ചേർന്നോ, നിങ്ങളൊരു 5 ആള് CPM പോയി ചേർന്നോ, നിങ്ങളൊരു 5 ആള് വേറെ ഏതാ പാർട്ടി പോയി ചേർന്നോ, നിങ്ങളെല്ലാം ആർക്കും സംഘടനാവൽക്കരണം നിബന്ധനയൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള പാർട്ടി പോയി ചേരാം. SBV ഇല്ലാത്ത മദ്രസയിൽ അതാണല്ലോ സംഭവിക്കാറുള്ളത്. ഇങ്ങനെ ഒരു തരത്തിലുള്ള അബദ്ധജടിലമായ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി രാഷ്ട്രീയക്കാരനും ആലോചിക്കും, ശരിയാണുള്ളത്. ഇവരിങ്ങനെ മദ്രസാ തലത്തിൽ ഇങ്ങനെ SBV ഉണ്ടാക്കുക, SKSF ഉണ്ടാക്കുക, അങ്ങനെ മദ്രസാ തലത്തിൽ തന്നെ ഇങ്ങനെ സംഘടനാവൽക്കരിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ആളെ കിട്ടൂല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പോലും ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ പാർട്ടികളെ വിഷയത്തിൽ ഇടപെടിച്ചുകൊണ്ട് അങ്ങനെ
ഇവിടെ രംഗം കലക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം SBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ കുട്ടിക്ക് ഒരു വർഷം, ഒരുപക്ഷെ വർഷത്തിലൊരിക്കൽ ഒരു ജ്ഞാനതീരം പരീക്ഷ നടക്കും. അത് ഭാവിയിൽ എൻട്രൻസ് കോച്ചിങ്ങിനോ എൻട്രൻസ് പരീക്ഷയ്ക്കോ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ ഒരുങ്ങാൻ നല്ലതാണ്. അതിലപ്പുറം ഒരു സംഘടനാവൽക്കരണം കാണാൻ നടക്കുന്നില്ല. ഒന്നിടപെട്ട വർഷങ്ങളിൽ ഒരു ഇസ്ലാമിക കലാമേള നടക്കും. അവിടെ പാടാനോ പ്രസംഗിക്കാനോ കഴിയുന്ന ഒരു മദ്രസയിലുള്ള 2-3 കുട്ടികളൊക്കെ ഓരോ പ്രദേശങ്ങളിൽ അവിടെ മേൽഘടകങ്ങളിൽ പോയിട്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കും. പിന്നെ അവർക്ക് കുരുന്നുകൾ മാസിക പോലെയുള്ള അവരുടെ പഠന കാര്യങ്ങൾക്ക്, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് അവർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറം എന്ത് സംഘടനാവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനി സംഘടനാവൽക്കരണം നടന്നാൽ തന്നെ അതൊരു തെറ്റായത് കൊണ്ടല്ല, പക്ഷെ അങ്ങനെ സംഘടനാവൽക്കരണം പോലും അവിടെ നടക്കുന്നില്ല. എന്നിട്ട് ഇതിനൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇവിടെ അപഹസിക്കാനും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് മഹല്ല തലങ്ങളിൽ, മദ്രസ തലങ്ങളിലുള്ള സാധാരണക്കാരെയും ബഹുജനങ്ങളെയും ഇളക്കിവിട്ട് ഇതങ്ങനെ ഒരു സമസ്തയുടെ സ്ഥാപനമായി പോകാൻ പാടില്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ച് കലുഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായ നേതൃത്വത്തിന്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടി വ്യവസ്ഥാപിതമായി പോകുന്ന നമ്മുടെ മദ്രസ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഇതേപോലെയുള്ള ചില ജീവനക്കാരെ സംഘടനാവൽക്കരിക്കുന്നു, വിദ്യാർത്ഥികളെ സംഘടനാവൽക്കരിക്കുന്നു, ജനങ്ങൾക്കിടയിൽ വലിയ അസ്വാരസ്യം ഉണ്ടാക്കുന്നു, ഇങ്ങനെ ഭിന്നിപ്പിന് വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭിന്നിപ്പിന് വേണ്ടി ഈ വിഭാഗം തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 9600-ലധികം വരുന്ന മദ്രസക്ക് ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നേതൃത്വം കൊടുക്കുന്നു. ഈ പറയുന്ന വലിയ ആദർശവാദി, ആദർശത്തിന്റെ ഏറ്റവും എല്ലാം കലക്കി കുടിച്ച ആളാണല്ലോ. നിങ്ങൾ 1967 മുതൽ ഈ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി. 1967 മുതൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ പരിപാടി. നിങ്ങൾക്ക് എത്ര മദ്രസ ഉണ്ട്? നിങ്ങൾക്ക് എത്ര പള്ളിയുണ്ട്? നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? നിങ്ങളുടെ മദ്രസയിൽ ഒരു വർഷം എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? എത്ര കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്? നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ കിട്ടിയ സ്വീകാര്യത എത്രയാണ്? ഇതൊരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. വണ്ടൂർന്ന് വണ്ടി പുറപ്പെട്ടാൽ നാദാപുരത്തെ നിർത്തുള്ളൂ, അതിനടിയിൽ സ്റ്റോപ്പില്ല. ഇത്രയാണ് ഇവർക്കുള്ള സ്വാധീനം. അത്രയാണ്. ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടായിട്ടില്ല. വർഷങ്ങളായി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു 10 ആളുണ്ടാക്കാൻ ഇക്കാലം അത്രയും സാധിക്കാത്തതിന്റെ കാരണം എന്താണ്? നിങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾക്കിടയിൽ ആശയപരമായി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, മസ്അലാപരമായ വളരെ ശാഖാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സമാന്തരമായി മറ്റൊരു സംഘടനയുണ്ടാക്കി, ഇവിടെ മറ്റൊരു ബോർഡുണ്ടാക്കി, മദ്രസ സംവിധാനം ഉണ്ടാക്കി, വേറിട്ട് നിന്നുകൊണ്ടുള്ള ശിഥിലീകരണ പ്രവർത്തനത്തിൽ നിങ്ങളാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ നിങ്ങൾ വേറിട്ട് പോയി വലിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി പ്രവർത്തനം നടത്തിയിട്ട് കേരളത്തിലെ മഹല്ല് തലങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യതയില്ല, മദ്രസ തലങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യതയില്ല. നിങ്ങളുടെ ഒരു മദ്രസയുടെ അംഗീകാരം വേണമെന്ന് പറഞ്ഞ ആരും വരുന്നില്ല. നിങ്ങളുടെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു പണ്ഡിതനെ ഞങ്ങൾക്ക് മുദരിസായി കിട്ടണമെന്ന് പറഞ്ഞ ആരും വരുന്നില്ല. നിങ്ങൾ അനുവദിക്കുന്ന ഒരു മുഅല്ലിമിനെ ഞങ്ങളെ മദ്രസയിലേക്ക് വേണമെന്ന് പറഞ്ഞ ആരും വരുന്നില്ല. ഈ ഒരു ദുരവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ കാരണം എന്താണെന്ന് സ്വയം ആത്മപരിശോധന നടത്തുകയല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ കുതിര കയറിയത് കൊണ്ട് ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നും ചെയ്യാൻ കഴിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, അതിന്റെ പോഷക സംഘടനകളെ, അതിന്റെ മദ്രസ സംവിധാനത്തിനെതിരെ എന്തെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാക്കി നടന്നാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനാ നെറ്റ്വർക്ക് അനുസരിച്ച് എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പൊതുയോഗം നടത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മൈക്ക് പെർമിഷൻ എടുത്തു തരാൻ ആളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കൊക്കെ എത്ര പ്രദേശങ്ങളിൽ സമ്മേളനം നടത്താനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ കാശുള്ളവരുമല്ല, നിങ്ങൾ സ്വാധീനമുള്ളവരുമല്ല, നിങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ പോയിട്ട് അങ്ങനെ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ മാത്രമുള്ള സംഘടനാ ശേഷിയുള്ളവരുമല്ല. നിങ്ങളുടെ പിന്നിൽ ഒരു പിൻ സീറ്റ് ഡ്രൈവർ ഉണ്ട്.
ആ പിൻസീറ്റ് ഡ്രൈവറെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല, അതും വരും നാളുകളിൽ പുറത്തു വരും. അന്ന് ഈ ആദർശത്തിന്റെ ഈ മഹത്വമെല്ലാം ഈ പുറംപൂച്ചെല്ലാം പുറത്തു ചാടും. ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കണ്ട, ഞങ്ങളത് പറയുന്നില്ല. ഇവിടെ എത്ര പ്രദേശങ്ങൾ നിങ്ങൾക്ക് സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് പ്രസംഗിക്കാനുള്ള സ്വാധീനവും സംഘടനാ നെറ്റ്വർക്ക് ഉണ്ട്. എല്ലാവർക്കും അറിയാലോ. നാട് നീളെ നടന്നിട്ട് ഇങ്ങനെ മൈക്ക് സെറ്റിന് കാശും കൊടുത്ത് ഇങ്ങനെ സ്റ്റേജും സംവിധാനവും നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിച്ചിട്ട് നാട് നീളെ സമ്മേളനം നടത്താനുള്ള കാശൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ എവിടുന്നോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നേരത്തെ കേസവിവാദമുണ്ടായ കാലത്തും ഇതേപോലെ ഒരു ഓട്ടപ്രദക്ഷിണം നടന്നിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾക്ക് കാശ് കിട്ടുന്നത് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നില്ല എന്ന് അവകാശപ്പെടാനും ഇപ്പോൾ ഞങ്ങളില്ല. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും വൃത്തികെട്ടവന്റെ മെഗാഫോണായി നടക്കാനാണ് നിങ്ങളുടെ വിധിയെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തിന്റെ തുടക്കമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരൊറ്റ കാര്യം, സമസ്ത കേരള ജമിയത്തുലമയുടെ കാര്യം എല്ലാവർക്കും അറിയാം. സമസ്ത കേരള ജമിയത്തുലമ അന്തസ്സോടുകൂടി പറയുന്നു. അതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ, അതിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരുടെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ വിഭാഗത്തിന്റെ ഒരൗദാര്യവും സമസ്ത കേരള ജമിയത്തുലമക്കോ അതിന്റെ പോഷക സംഘടനക്കോ ആവശ്യമില്ല. ഇവിടുത്തെ സമസ്തയുടെ മഹല്ലുകൾക്കോ സമസ്തയുടെ മദ്രസകൾക്കോ സമസ്തയുടെ പോഷക സംഘടനകൾക്കോ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഈ വിഭാഗത്തിന്റെ യാതൊരു ഔദാര്യവും ആവശ്യമില്ല. വളരെ ബോധപൂർവം പറയുന്നു, നിങ്ങളുടെ യാതൊരു ഔദാര്യവും ഈ സംഘടനയ്ക്ക് ആവശ്യമില്ല. പക്ഷേ സമസ്തയുടെ, അതിന്റെ മദ്രസയുടെ, അതിന്റെ സംഘടനാ സംവിധാനത്തിന്റെ യാതൊരു ഔദാര്യവും ഞങ്ങൾക്കും ആവശ്യമില്ല എന്ന് തിരിച്ചു പറയാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? നിങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ മദ്രസ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ മഹല്ല് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ സ്ഥാപനം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിലും ഞങ്ങളുടെ ഒരാൾക്കും ജോലി വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ യാതൊരു ആനുകൂല്യവും വേണ്ട എന്ന് പറയാൻ മാത്രമുള്ള സംഘടിത ശക്തിയും സംഘടനാ നെറ്റ്വർക്കും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തുറന്നു പറയും. എന്നിട്ട് വേണം സമസ്ത കേരള ജമിയത്തുലമക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ. ഇത് ഭക്ഷണം ഇവിടുന്ന് കഴിക്കും വേണം, ശമ്പളം ഇവിടുന്ന് കിട്ടണം, ആനുകൂല്യം ഇവിടുന്ന് വാങ്ങണം, എല്ലാം ഇവിടുന്ന് വേണം. പക്ഷേ ഒപ്പും സീലും പറയുന്ന സമയത്ത് ഈ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളി തുടരാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം ബോധപൂർവ്വം പറയുന്നു, വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നു, ഞങ്ങൾ നിങ്ങളൊരു ശത്രുവായി കാണുന്നില്ല. ഒരു ശത്രുവായി കാണാൻ മാത്രം വകുപ്പുണ്ട് എന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 9600 മദ്രസക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനാ സംവിധാനം 100 മദ്രസ തികയാത്തവന്റെ പിറകെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറവാണ്. അതാ ഞാൻ പറഞ്ഞത്, മറുപടിയോ വിശദീകരണം ഒന്നും അല്ല ഇതിന്റെ ആവശ്യം. ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് മക്കളോടോ കുടുംബക്കാരോ ഉള്ളത് എനിക്ക് അറിഞ്ഞൂടാ, അവരോട് പറയാ ഈ വഴി തേടുക, അല്ല നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ പൊതുജന താല്പര്യം മാനിച്ചിട്ട് ഞങ്ങൾ നാട്ടുകാർ ചെയ്യുമെന്ന് പറയാ. എന്നിട്ടും സുഖമാകുന്നില്ലെങ്കിലാണ് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സമസ്തയുടെ സംഘടനാ നെറ്റ്വർക്കിനോട് നിങ്ങൾ മത്സരിക്കാൻ വരേണ്ടതില്ല. ഇനി മത്സരത്തിനാണ്, അങ്ങനെ അംഗം കുറിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ ഔദാര്യവും ഈ സംഘടനയ്ക്ക് ആവശ്യമില്ല. ഈ സംഘടനാ സംവിധാനത്തിന്റെ ഔദാര്യം ഞങ്ങൾക്കും ആവശ്യമില്ലെന്ന് നിങ്ങൾ തുറന്നു പറയാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അന്ന് മുതൽ നമുക്ക് അവിടെ വെച്ചുകൊണ്ട് കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എന്റെ ബഹുമാന്യരായ സംഘടനാ പ്രവർത്തകരെ, പഞ്ചായത്ത് സ്വേസ് കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.